ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചിൻസ് ഇറ്റ്സ് മീ ചിൻസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന കേസ്, പക്ഷേ ഇത് ലോങ് വീഡിയോ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ആംഗിൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിന് ഫസ്റ്റ് സോറി. പിന്നെ എന്താണ്, നമ്മൾ ഉളവായ്പ് വ്യൂ പോയിൻറ്റിലോട്ടാണ് പോണത്. സൺഡേ ആയൊരു ദിവസമാണ്, നല്ല ചൂടൊക്കെയുള്ള സൺഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ പുറത്തൊക്കെ പോകുന്ന കരുതി. അവർ വിളിച്ചിട്ട് ചോദിച്ചു നീ എന്തെടുക്കണം, ഫ്രീ ആണെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. ഓക്കെ, ഞാനുണ്ട്, കിച്ചു ഉണ്ട്, ശ്രീകോട്ടനുണ്ട്, ഡിങ്കു ഉണ്ട്. ഞങ്ങൾ 4 പേരുമാണ് പോണത്. അൽത്താഫും സഞ്ജുവും പിന്നെ മേഘയും വന്നില്ല ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ നമ്മുടെ മൃദു രഹ്മണീയത ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ പോയത് കൊണ്ട് തന്നെ 2 സാധനങ്ങളെ കാണാതെ പോയതുകൊണ്ട് ഞങ്ങൾ വണ്ടി പകുതിക്ക് നിർത്തിയിട്ടു. എന്നിട്ട് അതുങ്ങളെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ NH ഹൈവേയിലൂടെ പോകുവാണ്. ഇത് ആ കാണുന്നതാണ് തുറവൂർ മഹാദേവ ക്ഷേത്രമേ. നമ്മുടെ NH ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ ഈ വ്യൂ പോയിൻറ്റിലോട്ട് പോണ വേ വന്നത്. നല്ല മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നാടിൻ്റെ പ്രകൃതി രമണീയത കാണിച്ചു തരാം ഗൈസ്. ഡെസ്റ്റിനേഷനിലെത്തിയേക്കാണ്. ഇതാണ് സ്ഥലം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം. ഒരുപാട് പേരുടെ ഫോട്ടോയും സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങൾ 4 പേരും ഫസ്റ്റ് ആയിട്ടാണ് വന്നത്. നല്ല കായലൊക്കെയുള്ള നല്ല തണുത്ത കാറ്റ്. ഞങ്ങൾ പോയി ചില ചൂട് സമയത്തായിരുന്നു. ആ ചൂട് സമയത്ത് അവിടെയൊക്കെ വന്ന് ഇരിക്കുമ്പോഴുണ്ട് നല്ല രസമായിരുന്നു. നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല കൂളിങ് എഫക്റ്റായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ വന്നതിൻ്റെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഒരു സംഭവമുണ്ട്. ആ ഫോട്ടോ എനിക്ക് കാണണം. നിങ്ങളെ കാണിച്ചതെല്ലാവരും ആ ഫോട്ടോ കാണുമ്പോഴായിരിക്കും ഈ സ്ഥലം ശരിക്കും ഓർമ്മ വന്നത്. അതുകൊണ്ട് ഫുൾ വേസ്റ്റ്. എത്ര മനോഹരമാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനുഷ്യർ അവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. ഇതൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. അത് മാത്രമേ നെഗറ്റീവായിട്ട് കണ്ടുള്ളൂ. അത് മാത്രമാണ് നെഗറ്റീവെന്ന് കരുതി ഞങ്ങൾ നടക്കുവാണ്. പക്ഷേ ഇനിയും കുറച്ച് നെഗറ്റീവ് വരാനുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടത്തേക്ക് കാറ്റൊക്കെ കൊണ്ട് നല്ല ആസ്വദിച്ചിരിക്കണം. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കായലിക്കടലൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നു പോണത് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം കാണണം. അവിടെ പന്തലൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഗ്രാമോത്സവം അങ്ങനെ എന്തോ നടക്കുമായിരുന്നു. ഓക്കെ, ഞാൻ കാണാൻ വന്ന സാധനം എന്താ ഇവിടെ തന്നെയുണ്ട്. ഇതൊരു നല്ല പൊളിഞ്ഞൊരു കെട്ടിടമാണ്. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ട്. ആ പടം കാണാൻ വന്നതാണ്. നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ KL ആൻ്റണി സാറിൻ്റെ ഫോട്ടോയാണ്. നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. കാണാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാൻ വന്നത്. പിന്നെ നമ്മളിങ്ങനെ നടന്നപ്പം കുറച്ച് നടന്നിട്ട് അതിൻ്റെ എൻഡിങ് ആയപ്പോഴത്തേക്ക് ആ ഒരു എൻ്റെ ബാക്ക് കാണുന്ന സൈഡിൽ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ സമ്മതിക്കണില്ല ഒരു ചേച്ചിയും ഒരു ചേട്ടനും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആർക്കൊക്കെ വീടൊക്കെ ഉണ്ടെന്ന് പറയണം. അങ്ങോട്ട് നോക്കിയിട്ട് ഒരു വീട് കാണുന്നുണ്ട്. ബട്ട് അവിടെയൊക്കെ ഫുൾ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ വിടുന്നില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ എൻഡിങ് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ചേച്ചിയും ഈ അങ്കിളും വിടുന്നില്ല. ഇപ്പോഴും സദാചാരങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഞങ്ങളപ്പുറത്തോട്ട് പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് താമസിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. എനിക്കാണെങ്കിൽ ബീഫ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കുഴിച്ച് നോക്കിയത് ചിക്കൻ തന്നെയാണെന്ന് അറിയാൻ വേണ്ടി. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന വ്യക്തി പറഞ്ഞിട്ടിരിപ്പിക്കുകയല്ല കേട്ടോ വീഡിയോയെ. അങ്ങനെ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അവളെന്നെ കൊല്ലും വീഡിയോ കാണുമ്പോൾ. ഓക്കെ, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എല്ലാ പൈസയും കൊടുത്തു. അവിടെ ഇരുന്ന് എനിക്ക് കാല് വേദനിച്ചിട്ട്. പിന്നെ അത് ഈ കാണുന്ന മിഠായി ഉണ്ടല്ലോ, പുളി മിഠായി, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടി കേട്ടോ. കാല് വയ്യാഞ്ഞിട്ട് ഞാൻ ചവിട്ടിയിട്ടില്ല. കുറേ മാസങ്ങൾക്ക് ശേഷം സൈക്കിൾ ചവിട്ടി ഞാൻ. എൻ്റെ 1 ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയി. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കണ്ട് നമ്മുടെ ഈ വ്യക്തി എൻ്റെ യൂട്യൂബിനെ കുറിച്ച് പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ട്രാക്കിൻ്റെ അടുത്താണ് ഞങ്ങളുടെ മെയിൻ സ്ഥലമാണ്. ട്രാക്കിലൊക്കെ കാണുമ്പോൾ
പിന്നെ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ഒക്കെ എടുത്തു. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.